സെയിൽസ് എല്ലാ ബിസിനസ് ഓണേഴ്സും ഏറ്റവും അധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് സെയിൽസ്. നമുക്ക് ഇഷ്ടമാതിരി യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഇഷ്ടമാതിരി ആൾക്കാരെ സെയിൽസ് പഠിപ്പിച്ച് തരാനുമുണ്ട്. പല സ്ട്രാറ്റജീസും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമ്മൾ കേൾക്കുന്നുമുണ്ട്. എന്നാൽ രാകേഷ്, നമ്മുടെ ഒരു ഫിലോസഫിയിൽ സെയിൽസ്, ഒരു ബിസിനസ് ഓണർ സെയിൽസിലെ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏറ്റവും റെലവെൻ്റ് ആയിട്ടും റീസെൻ്റ് ആയിട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒന്നും കൂടി ഒന്ന് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് പ്രോസസ്സ് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റുക? ലെറ്റ് ഇറ്റ് ബി എനി ബിസിനസ്. ഏത് ബിസിനസ്സിലാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു ലീഡ് ജനറേഷന് വി ആർ സ്പെൻഡിങ് മണി, റൈറ്റ്? ആ ലീഡ് ജനറേഷൻ നമുക്ക് കിട്ടുന്ന ലീഡ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഈ എല്ലാ ലീഡ്സും നമുക്ക് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഓൺടർപ്രണേഴ്സ് ഓർ സെയിൽസ് ടീം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ലീഡിനെല്ലാം ഒരേ അപ്രോച്ചാണ്. ഇപ്പോൾ ടെലികോളർ ഉണ്ടാവും, അപ്പോൾ ഈ ലീഡ്സൊക്കെ ടെലികോളറത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇപ്പോൾ ടെലികോളറിന് എന്തുണ്ടാവും, കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിനെ പറ്റി പറയുന്നു. കൺവേർട്ട് ആവുന്നോ ഇല്ലയോ ഡിപ്പെൻസ്, അല്ലേ? ചില സ്മാർട്ട് ആയിട്ടുള്ള ടെലികോളേഴ്സ് ആണെങ്കിൽ ദേ വിൽ ഹാവ് സം ഗിമിക്സ് ടു കൺവേർട്ട് ദീസ് ലീഡ്സ്. പക്ഷേ ടു ബി വെരി ക്ലിയർ, റൈറ്റ്, നമുക്ക് വരുന്ന ലീഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എനി അതർ ഫംഗ്ഷൻ ഇൻ ബിസിനസ്, സെയിൽസിലും ഈ ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ലീഡ് കൺവേർഷൻ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ലീഡ് ക്വാളിഫിക്കേഷൻ മെട്രിക്സ്. ലീഡ് ക്വാളിഫിക്കേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അടുത്ത് വരുന്ന കസ്റ്റമർ വാട്ട് കാറ്റഗറി ആർ ദേ, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് അത് എന്നതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് ലീഡ് ക്വാളിഫിക്കേഷൻ മെട്രിക്സിലൂടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതാണ്. അതായത് ഐ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പം ഐ ഹാവ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സപ്പോസ്. വൺ ഓഫ് മൈ ഫ്രണ്ട് നീഡ്സ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. അല്ല, അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതെന്താണ്, ബിക്കോസ് ഹി ഓൾറെഡി നോ, അല്ലേ, എന്നെ അറിയാം, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ നമ്മൾ പറയുന്നത് ഹാൻഡ് റൈസേഴ്സ് എന്നാണ്. ഹാൻഡ് റൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ഓൾറെഡി എൻ്റെ അടുത്ത് വാങ്ങാനുള്ള 99% സാധ്യത ഉണ്ട്. കാരണം ട്രസ്റ്റ് ഉണ്ട്, നോൺ പേഴ്സൺ ആണ്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഹാൻഡ് റൈസറാണ്. അപ്പോൾ ഈ ഹാൻഡ് റൈസേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറീനെ ഡീൽ ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അതേപോലെ രണ്ടാമത്തൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സംബഡി നീഡ്സ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, പക്ഷേ അവർക്ക് എന്നെ അറിയില്ല, എന്നെ പേഴ്സണലി അറിയില്ല, പക്ഷെ അവർക്ക് എന്താണ് ആവശ്യമുണ്ട്. അപ്പോൾ അവരെനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ത്രൂവോ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് റെസ്പോൺസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ദേ നീഡ്, അല്ലേ? അങ്ങനെയുള്ള ആളുകളെ സെയിൽസ് റെഡി എന്ന് പറയും. അപ്പോൾ ഈ സെയിൽസ് റെഡി ആയിട്ടുള്ള ആളുകളെ നമ്മൾ നേരത്തെ ഹാൻഡ് റൈസേഴ്സിനെ പോലെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ദർ ഷുഡ് ബി എ ഡിഫറെൻറ്റ് അപ്രോച്ച്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മെറ്റാ ആഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസാണ്. അത് ഞാൻ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്, അല്ലേ, അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച് നോക്കിയതാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എൻ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്. പെട്ടെന്ന് അവർക്ക് ആവശ്യമില്ല, പക്ഷേ ദേ മൈറ്റ് നീഡ്. അപ്പോൾ അവർ നോട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണ്, സെയിൽസ് നോട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ നോട്ട് റെഡി ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വരുന്ന ലീഡ്സിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ടെങ്കിൽ ഈ എല്ലാ കാറ്റഗറിനും ഒരേപോലെ ഡീൽ ചെയ്താൽ മതിയോ? റൈറ്റ്. സോ ടു നോ, അല്ലേ, ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്, ഡു യു വാണ്ട് ടു നോ ഹൗ ഇറ്റ് ഇസ് ഡൺ? അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഇപ്പോൾ ഹാൻഡ് റൈസേഴ്സ് ഡൺ, ഓക്കെ, അത് നമ്മൾ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ദേ വിൽ ഗെറ്റ് കൺവേർട്ടഡ്. ഈവൻ ദ സെക്കൻഡ് കാറ്റഗറി, ലിറ്റിൽ മോർ വാർമർ ലീഡ്സ്, അതും നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് കൺവേർട്ട് ആവും. പക്ഷേ ഈ മൂന്നാമത് പറഞ്ഞ കാറ്റഗറിയിൽ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. മെറ്റാ ആഡ്സിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവുക ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലപ്പം at any point maybe if we do something, എന്തെങ്കിലുമൊക്കെ അവരുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഫോളോ അപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും കിട്ടാനുള്ള സാധ്യത ഏതെങ്കിലും ഒരു കാലത്തുണ്ട്. കാരണം വി ഹാവ് ഇൻവെസ്റ്റഡ് മണി, എന്തൊക്കെ പറഞ്ഞാലും. അപ്പം അങ്ങനെയുള്ള ഒരു ലീഡ് നർച്ചറിങ് ഇല്ലേ, അതായത് ഹൗ ഡു വി നർച്ചർ ദം. മെനി ബിസിനസ് ഓണേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈവൻ ഇൻക്ലൂഡിങ് മീ, വെൻ ഐ യൂസ് ടു റൺ മൈ ഓൺലൈൻ ട്യൂട്ടറിങ് കമ്പനി, ആ സമയത്ത് പോലും ഈ കിട്ടുന്ന പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത പാരൻസ് പെട്ടെന്ന് നമ്മൾ ചെയ്യും. പിന്നെ സാധ്യതയുള്ളവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത് വരുന്ന ഫണലിൻ്റെ കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കുന്ന സാധ്യതയില്ലാത്ത ക്ലയൻസിനെ നമ്മൾ മറന്നു പോകാറുണ്ട്. Maybe after some time they might need our services. So what do you do for lead nurturing? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ലീഡ് നർച്ചറിങ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ലീഡ് നർച്ചറിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്താ വെച്ചല്ലോ, ഇത്തരത്തിലുള്ള ലീഡ്സിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കരുത്.
No, you are generating a lead. You might be spending around 100, 200, 300, 400 rupees depending upon your business, your service or product. അത്രയും സ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പെർ ലീഡ് സ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അവരെ ഒഴിവാക്കരുത്. ദേ ഷുഡ് ബി ദെയർ. അപ്പോൾ നമ്മുടെ ഒരു ലീഡ് നർച്ചറിങ് പ്രോസസ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ദാറ്റ് വി യൂസ്. ലൈക്ക് വാട്സപ്പ് മെസ്സേജസ് ആവാം, ഇനി അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ഇമെയിൽ ഓട്ടോമേഷൻ ആവാം. അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ദർ ഷുഡ് ബി എ ലൈഫ് ടൈം ദാറ്റ് വി ഷുഡ് ഡിസൈഡ്. അതായത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള ലീഡ്സിനെ ഫ്ലഷ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കണം. പക്ഷേ നെവർ എവർ ലീവ് ദം. One day or the other they might need your need your product or your service. So you have to do the lead nurturing. അപ്പോൾ ലീഡ് നർച്ചറിങ് പോലെ തന്നെ അപ്പോൾ അതൊരു ലീഡ് നർച്ചറിങ്, നമ്മൾ ലീഡ് ക്വാളിഫിക്കേഷൻ ചെയ്തു, ലീഡ് നർച്ചറിങ് ചെയ്തു, സെയിൽസ് നമുക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങി. സെയിൽസ് കൺവേർട്ട് ആവുന്നതിനും സെയിൽസിൻ്റെ ഒരു ട്രാക്കിംഗ്, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നമ്മൾ സ്ഥിരമായിട്ട് ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ KPIs നമ്മളൊക്കെ പോലത്തെ ആൾക്കാർ അധികം യൂസ് ചെയ്തിട്ടാണോ അറിയില്ല, എല്ലാവരും KPI എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണ കേൾക്കുന്ന ടേംസ് ആണ് KPIs. നമ്മൾ ലീഡ് കൺവേർഷൻ റേറ്റ്സ്, പിന്നെ കസ്റ്റമർ ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് റേറ്റ്സ്, കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന KPIs. ഇതൊക്കെ ഏറെക്കുറെ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ വളരെ സ്മാർട്ടായിട്ട് അച്ചീവ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ആർ ദെയർ മോർ KPIs which can be used to ബെറ്റർ ദെയർ പെർഫോമൻസ്? കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാൻ. കാരണം ഞാൻ എപ്പോഴും ഒരു ബിസിനസ് ഓണറിനെ പോലെയാണ് ചിന്തിക്കുക. എനിക്കാണെന്ന് വെച്ചാൽ ഇനി എവിടെയാണ് സ്ക്രൂ ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ നോക്കുക. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു KPI ഉണ്ടോ വേർ വി ക്യാൻ സ്ക്രൂ ദം എ ലിറ്റിൽ? വൺ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് KPI എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഓൺട്രപ്രണേഴ്സിന്, കോച്ചിങ് ഓൺട്രപ്രണേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രൊമോട്ടർ സ്കോറാണ്. നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് യുവർ 100 കസ്റ്റമേഴ്സ് ഹൗ മെനി വിൽ റെഫർ യുവർ ബിസിനസ് ടു ദെയർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്? ഓക്കെ, അതൊരു KPI ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? വി ഹാവ് ടു ആസ്ക് ദം. അല്ലേ, നിങ്ങൾ സർവീസിൽ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എൻ്റെ ബിസിനസ് റെഫർ ചെയ്യുമോ? ദാറ്റ് ഈസ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ. ദർ ആർ മോർ ഇൻട്രസ്റ്റിംഗ് മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ പറയും നമ്മൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. യു ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ? കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എനിക്ക് തോന്നുന്നു ഞാനത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊരു കസ്റ്റമറിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയപ്പോഴാണ്. അതായത് നമുക്ക് ഏറ്റവും എളുപ്പം ഒരു ബിസിനസ് അതായത് ഒരു ലീഡ് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമറിനെ കൊണ്ട് പിന്നെയും നമ്മുടെ സർവീസ് എൻറോൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഒരു സ്റ്റാഫ് മെമ്പർ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കമ്പനിയിൽ ഒരു കസ്റ്റമറിനെ എത്രത്തോളം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് എനിവേ ദെയർ. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇസ് ദെയർ. യു ഹാവ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ. എനിക്ക് തോന്നുന്നു ഈ കമ്പനീസ് like multi-level marketing companies would have had a really high net promoter score because their promoters, their consumers were their promoters. They had absolutely no other. അപ്പോൾ അങ്ങനെ നമ്മുടെ സർവീസിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ that's a great thing. So we definitely learned രണ്ട് KPIs, customer lifetime value and net promoter score. There's another one where നമ്മുടെ ഒരു സെയിൽസ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ അല്ലേ, ആ സെയിൽസ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിച്ചാലും നമ്മുടെ നേരത്തെ പറഞ്ഞ ക്യാഷ് വെലോസിറ്റി ആണെങ്കിലും ക്യാഷ് ഫ്ലോ ആണെങ്കിലും അതിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി 100%. സീ, അതാണ് നമ്മൾ ഒരു ലീഡിൽ നിന്ന് പേയിങ് കസ്റ്റമറായി മാറ്റാൻ എടുക്കുന്ന ഒരു സമയം, അതിൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ പല ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ആ ഒപ്റ്റിമൈസ് ചെയ്ത് എത്ര പെട്ടെന്ന് ഒരു ലീഡിനെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള KPI ആണ്. സോ ലൈക്ക് ദിസ് ഇൻ സെയിൽസ് ഓൾസോ ദർ ആർ മെനി ഇൻട്രസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ലീഡ്സിനെയും ഒരേപോലെ കാണുക എന്ന രീതിയിലല്ല, അതുപോലെ സ്ഥിരമായ ആളുകൾ യൂസ് ചെയ്യുന്ന ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് റേറ്റ് അവർ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് അതർ മെഷർമെൻറ്റ് ദാറ്റ് വി ക്യാൻ ഡു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ ഫോളോ അസ് ഓൺ അവർ ഇൻസ്റ്റഗ്രാം. മാത്രമല്ല ബിസിനസ്മാൻ 360 എന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, അതായത് ബിസ് ഗ്രോത്ത് കമ്മ്യൂണിറ്റിയാണ്, സ്കിൽ ക്വസ്റ്റിൻ്റെ ഓൺട്രപ്രണേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് സെഷൻസും ഒരുപാട് ടിപ്സും ട്രിക്സും പ്രാക്ടിക്കലി പോസിബിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന
ഒരുപാട് കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. സോ ഫീൽ ഫ്രീ ടു ജോയിൻ ആൻഡ് ലെറ്റ്സ് ഗ്രോ അവർ ബിസിനസ് ടുഗദർ.